സ്റ്റേജ് മുന്ന് എങ്ങനെ കറങ്ങണം എന്നുള്ള പ്രാക്ടീസിലായിരുന്നു ഞങ്ങൾ. സകലമാനം അവരും കെട്ടിപ്പറക്കി ഞങ്ങൾ ഇത് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇക്കാട് ഔട്ട്ഫിറ്റ് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്കുള്ള ഔട്ട്ഫിറ്റ് നോക്കാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ. ഞങ്ങൾ നേരെ പോണത് ലേഡീസ് പ്ലാന്റിലേക്കാണ്. തീരെ കൈ നീട്ടി ഞങ്ങളെ വെൽക്കം ചെയ്ത് നൗഷാദ് ഖാനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് എടുക്കാനുള്ളത് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാനുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ഒറ്റ നോട്ടിൽ കണ്ടപ്പോ തന്നെ ഷെരീഫ്ക്കാക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ ഇത്തിരി ഒരു ഡാർക്ക് ഷെയ്ഡ് ആട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്, കാരണം 2 ദിവസം പേസ്റ്റൽ ഷെയ്ഡ് വേണ്ടെന്നായിരുന്നു. പാർട്ടി വയസിന്റെ ഒരു വമ്പിച്ച കളക്ഷൻസ് തന്നെയാട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ ഒട്ടുമിക്ക ഫംഗ്ഷൻസിന് ഇവിടുന്ന് എടുക്കാറുണ്ട്. ഞാൻ വേറെയും ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് പാറ്റേൺസ് ഒക്കെ ട്രൈ ചെയ്ത് വീണ്ടും ആ ഒരു പാറ്റേണിലേക്ക് തന്നെയാണ് വീണ്ടും തിരിച്ചെത്തിയത്. പക്ഷെ ഇപ്പൊ ഈ ട്രൈ ചെയ്ത ഈ ഒരു കളർ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ഇല്ലാത്തൊരു കളേഴ്സ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇനിയും പ്രോഗ്രാംസ് ഒക്കെ വരാനുണ്ട്, അപ്പൊ അതിനിടാന്ന് വിചാരിച്ചു. ഞാൻ ഇതിലേക്ക് ഈ 2 ടൈപ്പ് ഷോൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, റെഡ് ആൻഡ് ഗോൾഡൻ, കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക്ഡ് ആണ്. ഇനി നിങ്ങൾ കമന്റ് ചെയ്ത് പറ എനിക്ക് ഏതാണ് കൂടുതൽ ചേരുന്നതെന്ന്. ഇതൊക്കെ ഇട്ടപ്പോ ഭയങ്കര പൊലിവായിട്ടോ. പിന്നെ ഫുള്ള് കറങ്ങലോട് കറങ്ങലായിരുന്നു. റബ്ബേ ഈ സാധനം ഇട്ടിട്ടുണ്ടല്ലോ, സ്റ്റെപ്പ് കയറാൻ നല്ല പാടായിരുന്നു. പിന്നെ മൂപ്പര് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നൗഷാദ് ഖാനെ കുറിച്ച് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരുപാട് കാലം മുന്നിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. പിന്നെ അവരുടെ ലെഹങ്ക ലോഞ്ചിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്ക് ഔട്ട്ഫിറ്റിലേക്ക് കുറച്ചുകൂടെ ഓർണമെന്റ്സും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് ഓൾറെഡി ലേറ്റ് ആയി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്നിട്ട് കണ്ണു കാണില്ല എന്നൊക്കെ പറയില്ല, ആ ഒരു മൂഡാണ് കേട്ടോ. സ്പൈസി ചിക്കൻ ആയിരുന്നു ഓർഡർ ചെയ്തത്, പക്ഷെ എനിക്ക് അത്ര വൈബായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ നാളെ കേട്ടോ മംഗലം.